ഇപ്പോൾ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ചേരുകയാണ്. ടീച്ചറെ, ഇന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ, ഇന്നലെയാണ് ഗതാഗത മന്ത്രി സി പി ജോൺ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പൈസയില്ലാത്ത സ്ത്രീകളെല്ലാം കൂടി പ്രിയദർശിനി ബസ്സിൽ തള്ളിക്കയറുന്നു എന്നാണ് സി പി ജോൺ പറയുന്നത്. മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നവർക്ക് ബസ്സിൽ കയറാൻ പൈസയില്ലെന്നും മന്ത്രിയുടെ പരിഹാസം. കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നത് മന്ത്രിയെ വല്ലാതെ പാവപ്പെട്ട മനുഷ്യർ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നത് വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നൊരു കാര്യം കൂടി ഇതിനോടൊപ്പം നമ്മൾ കാണേണ്ടതുണ്ട്. ടീച്ചർ, തീർച്ചയായിട്ടും സാധാരണ രീതിയിൽ മുൻപും നോക്കാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ലല്ലോ സി പി ജോണിനെ കേരളം കാണുന്നത്. കാരണം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കാലങ്ങളിൽ മുതൽക്ക് പിന്നീട് പ്ലാനിംഗ് ബോർഡിലൊക്കെ ആയിട്ട് വലിയ പരിചയസമ്പന്നനായ പദ്ധതികളെ സംബന്ധിച്ചും പദ്ധതികളെ എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ സംബന്ധിച്ചും അറിയാവുന്ന ഒരാൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ അതിന്റെ പിന്നിൽ വേറെന്തോ ചില ഗൂഢചിന്തയുണ്ടോ എന്ന് നമ്മൾ കാണണം. കാരണം കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്, പാർലമെന്റ് മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയാണ് കേരളത്തിൽ വന്നിട്ട് തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഈ പ്രഖ്യാപനം നടത്തിയത്. അപ്പോ എല്ലാവരും അന്ന് അമ്പരന്ന് പോയിട്ടുണ്ട്. കാരണം കേരളം പോലുള്ള ഒരു സ്റ്റേറ്റിനകത്ത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ മാത്രമുള്ള ഇത് ഒരു ഗവൺമെന്റ് കിട്ടുമോ? പക്ഷേ പ്രഖ്യാപനം എല്ലാവരും ഞാനടക്കം സ്വാഗതം ചെയ്തു. കാരണം ഡൽഹിയിലൊക്കെ കഴിഞ്ഞ 10 വർഷമായിട്ട് ആം ആദ്മി പാർട്ടി ഗവൺമെന്റ് ഉള്ള സമയത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്നുള്ള നിലയിൽ അത് വിജയകരമായി അവർ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. അത് ആരും അതിനെ സംബന്ധിച്ച് ഒരു തെറ്റായിട്ടുള്ള പരാമർശമോ ഒന്നും നടത്തിയതായിട്ട് കണ്ടില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും കയറാം, സൗജന്യമായിട്ടുള്ള യാത്രയാണ്. ആ ഒരു പദ്ധതി കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നു എന്ന് വന്നത് കേവലമായ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണോ എന്ന് സംശയിച്ചാൽ ആരും തെറ്റു പറയില്ല. അപ്പൊ ഇപ്പൊ ഈ പരാമർശം അത് പാവപ്പെട്ടവർ തിരക്കി കയറുന്നു. തീർച്ചയായിട്ടും സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ സൗജന്യം കിട്ടുമ്പോൾ ഒരു മാസം 1000 രൂപയാണ്, 2500 ആണെങ്കിൽ അല്ലെ 500 രൂപയാണ് ലാഭിക്കുന്നതെങ്കിൽ അത് ലാഭിക്കാൻ തന്നെ അവർ തയ്യാറാവും. അത് വീട്ടിന് വേണ്ടിയിട്ടാണ്, കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുക. ആ ലാഭം മാറി കിട്ടുന്ന അതിലൂടെ കിട്ടുന്ന തുക അവരുടെ കുടുംബത്തിന് വേണ്ടിയാണ്. അത് പാവപ്പെട്ടവരായാലും ഇടത്തരക്കാരായാലും ചിലപ്പോൾ സമ്പന്നരായാലും കയറി ഇത് വരും. കേരളത്തിലെ ഈ സ്ത്രീ സമൂഹത്തെ 2ഉം 3ഉം തട്ടായിട്ട് തിരിച്ച് ഇന്ന ആളുകൾക്ക് കൊടുക്കുന്നല്ലോ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ സ്ത്രീയായി ജനിച്ച മുഴുവൻ ആളുകൾക്കും ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം കിട്ടുമെന്നല്ലേ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. അതിന് പകരം ഇപ്പോ ഈ രൂപത്തിൽ ഇങ്ങനെ തിരക്കി കയറുന്നു, സ്കൂളിൽ പിന്നെ അങ്ങനെ ഫീസ് കൊടുത്തു. ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഈ പറയുന്നവർ തന്നെ എവിടെയൊക്കെയാണ് നമുക്ക് അറിയില്ല. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ എല്ലാവർക്കും അവനവന്റെ കുട്ടികളെ എവിടെയാ പഠിപ്പിക്കേണ്ടതെന്നുള്ള അവകാശം അവർക്കുണ്ട്. അത് വിമർശിച്ചിട്ട് കാര്യമില്ല. എന്നാൽ വിമർശന വിധേയമാകേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് താനും. എന്നാൽ അതുകൊണ്ടൊരു പ്രത്യേക പ്രയോജനം ഉണ്ടായിട്ടില്ല. കാരണം ആ രക്ഷാകർത്താവാണ് തീരുമാനിക്കുന്നത് എന്റെ കുട്ടിയെ എവിടെയാണ് പഠിപ്പിക്കേണ്ടത്. ഇപ്പൊ അടുത്ത കാലത്താണല്ലോ കേരളത്തിലെ സർക്കാർ സ്കൂളുകളെല്ലാം ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നത്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം വിദ്യാഭ്യാസ രംഗത്താണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ സ്കൂളിലേക്ക് കുട്ടികൾ തള്ളിക്കയറുന്നുമുണ്ട്. അവിടെയും ഒരു പ്രത്യേകതയുണ്ട്. ഫീസ് കൊടുക്കാതെ പഠിക്കാമെന്നുള്ള ആ ഒരു അതുകൊണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും രക്ഷാകർത്താവ് ഫീസ് കൊടുക്കുന്ന സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി പോയാൽ നമ്മളതിന് എന്ത് പറയാനാ? അത് അവരുടെ ഇഷ്ടം. ഇത് ഹോസ്പിറ്റലിന്റെ കാര്യം അങ്ങനെയാണ്. ഹോസ്പിറ്റലിൽ ഇപ്പം ധാരാളം ഇടത്തരക്കാരും സമ്പന്നരുമായിട്ടുള്ള ആളുകൾ സർക്കാർ ആശുപത്രിയിൽ വരുന്നുണ്ട്. അവർക്ക് സൗജന്യമായിട്ട് മരുന്ന് കിട്ടുന്നിടക്ക് അവർ പോവും. അതിപ്പോ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ ബസ് യാത്രയില് ഈ രൂപത്തിൽ പാവപ്പെട്ടവർ തിരക്കി കയറുന്നു, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് സ്ത്രീയോടുള്ള ആ അവഹേളനം, ആ മനോഭാവം, ആ ഔദ്ധത്യത്തിന്റെ ഒരു പരാമർശം എങ്ങനെയുണ്ടല്ലോ. ഈ പുരുഷ മേധാവിത്വം എപ്പോഴും കൊണ്ടു നടക്കുന്നവർക്ക് ഒരു ഔദ്ധത്യം ഉണ്ടാവും. ആ ഔദ്ധത്യം ഇതിലും കാണിക്കുന്നതല്ലോ. സ്ത്രീ ആയതുകൊണ്ട് എന്താ ഇവര് എന്നുള്ള ആ അങ്ങനെ കാണിക്കരുത്. അത് ആ പരാമർശം തികച്ചും തെറ്റാണ്. അത് തിരുത്താൻ കഴിയണം എന്നുള്ളതാണ് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ പരാമർശം ഒട്ടും ശരിയല്ല. അത് അങ്ങേയറ്റം അനുചിതമാണ്. ആ പരാമർശം അദ്ദേഹം പിൻവലിക്കണം. നന്ദി ശ്രീമതി ടീച്ചർ പ്രതികരിച്ചതിന്.